ഭൂമിയുടെ മൂന്നാമത്തെ ഊർജ്ജമണ്ഡലം അരനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പ്. അരനൂറ്റാണ്ടുകൾ നീണ്ട ഊഹാഭോഗങ്ങൾക്കൊടുവിൽ അദൃശ്യമായി നിന്നിരുന്ന ഭൂമിയുടെ ധ്രുവക്കാറ്റ് കണ്ടെത്തി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. ഇതുവരെ സൈദ്ധാന്തികമായി മാത്രം നിലനിന്നിരുന്ന പോളാർ വിൻഡ് ഭൂമിയുടെ മൂന്നാമത്തെ ഊർജ്ജമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത്. 60 വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഭൂമിയുടെ പോളാർ വിൻഡ് കണ്ടെത്തിയിരിക്കുന്നത്. ഭൂമിയുടെ ധ്രുവങ്ങളിൽ നിന്ന് വരുന്ന അന്തരീക്ഷ കണികകൾ ക്ഷണനേരം കൊണ്ട് അപ്രത്യക്ഷമാകാൻ കാരണമായ ഒരു അദൃശ്യമായ വൈദ്യുത മണ്ഡലമാണ് പോളാർ വിൻഡ്. മേരിലാൻഡിലെ നാസയുടെ ഗോഡാർഡ് സ്പേസ് ഫ്ലൈറ്റ് സെന്ററിൽ ഇന്റർനാഷണൽ സൌണ്ടിംഗ് റോക്കറ്റ് ദൌത്യത്തിലൂടെയാണ് അതിനിർണായകമായ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഭൂമിക്ക് മുകളിലെ അന്തരീക്ഷത്തിന്റെ ചലനാത്മകതയെക്കുറിച്ചും കാലക്രമേണ ഉണ്ടാകുന്ന അതിന്റെ പരിണാമങ്ങളെക്കുറിച്ചും നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്നതായിരിക്കും ഈ കണ്ടെത്തൽ. ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലനുസരിച്ച് ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾക്ക് മുകളിൽ ഭൂമിയുടെ അന്തരീക്ഷം വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടുന്നു എന്നുള്ളതിനുള്ള ഉത്തരം ധ്രുവക്കാറ്റിനുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളിയുടെ പരിണാമത്തിൽ ഈ ഊർജ്ജ മേഖല നിർണായകമായ പങ്ക് വഹിച്ചേക്കാമെന്നാണ് നിഗമനം. 1960കളിലാണ് ഭൂമിയുടെ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ പറന്ന ബഹിരാകാശ പേടകങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള കണങ്ങൾ സൂപ്പർസോണിക് ബഹിരാകാശത്തേക്ക് ഒഴുകുന്നത് കണ്ടെത്തിയത്. സൂര്യപ്രകാശമാണ് ഇതിന് കാരണമെന്ന് ശാസ്ത്രജ്ഞർ നിഗമനത്തിലെത്തിയെങ്കിലും കണികകൾക്ക് ചൂടാവുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്താനായിരുന്നില്ല. അന്തരീക്ഷത്തിൽ കണങ്ങളെ വലിച്ചെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കാമെന്ന അനുമാനത്തിലെത്തിയെങ്കിലും ഇത് എന്താണെന്ന് കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നാസയുടെ ഉപഓർബിറ്റിൽ റോക്കറ്റിൽ നിന്നുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രജ്ഞരുടെ സംഘം ഈ കണ്ടെത്തൽ നടത്തിയത്.